ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നതാ നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു ബജ്ജി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ എടുത്തേക്കുന്നത് പനിക്കുറുക്കം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 1-2 ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്, ഒരു 10 ഉണ്ടാക്കാൻ കണക്കായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഇല നോക്കി ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. അത് ഞെട്ട് വേണമെങ്കിൽ മാറ്റിക്കളയാം കേട്ടോ, അതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം അപ്പം പുഴുവോ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കിക്കോണം. എന്തായാലും മണ്ണും പൊടിയും നമ്മൾ ചട്ടി വെച്ചിരുന്നാലും വെള്ളം നനയ്ക്കുമ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം തെറിച്ചിട്ട് മണ്ണ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ആദ്യം നമുക്ക് 2-3 വെള്ളം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തെടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അതാത് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഒത്തിരി വിലപ്പെട്ടതായിട്ടോ എനിക്ക്. അപ്പോൾ ലൈക്ക് തരാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമല്ലേ എനിക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് കടലമാവ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം കായം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബജ്ജി നല്ലപോലെ ഒന്ന് പഫിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒരു വിക്സ് കൊണ്ട് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ ഈ പനിക്കുറുക്കം കൊണ്ട് നമ്മൾ മോര് കാച്ചാറുണ്ട്, അതുപോലെ തന്നെ ബജ്ജി ഉണ്ടാക്കാറുണ്ട്, ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. മോരിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം ആദ്യം. ഇതൊക്കെ കഫക്കെട്ടിനൊക്കെ ഏറ്റവും നല്ലത്. നമ്മളിതിൻ്റെ ചാറ് വാട്ടി പിഴിഞ്ഞെടുത്തതിന് ശേഷം തേനും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കഫക്കെട്ടൊക്കെ മാറും. അതുപോലെ തന്നെ നമ്മൾ ചുക്കാപ്പി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു മരുന്ന് തന്നെയാണ്. എന്നാലും ഞാൻ ഇതുകൊണ്ടൊന്ന് ഉണ്ടാക്കി, നല്ല രസമായിട്ടോ, നല്ല മണമാണ്. ഇത് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ വേറെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മാവ് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒത്തിരി വെള്ളമായിട്ടും പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായും പോകരുത് കേട്ടോ. ഒത്തിരി ലൂസായി പോകുകയാണെങ്കിൽ ഇതിൽ പറ്റി പിടിച്ചിരിക്കത്തില്ല. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ തിളച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മുക്കി എണ്ണയിലിട്ട് നമുക്കൊന്ന് വറുത്ത് കോരാം. അപ്പം നല്ല അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതുമാണ്, അവരുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അവരിത് കഴിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരെണ്ണം വാട്ടിപ്പിഴിഞ്ഞ് കൊടുത്താൽ അവർ ചിലപ്പോൾ കഴിച്ചൊന്നും വരത്തില്ല. അല്ലെങ്കിൽ നമുക്കായാലും നല്ലതല്ലേ ഇതൊക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. കണ്ടല്ലോ, നല്ലപോലെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ് കേട്ടോ. ലൈക്ക് തരാൻ മറക്കല്ലേ. എന്നെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒന്ന് എല്ലാം മുക്കിയിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് മിക്കവാറും എല്ലാവർക്കും ഓരോ കടി വേണം എന്നുള്ളതൊരു നിർബന്ധമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണമെന്നും അവർക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് ഓരോ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതൊക്കെ ആകുമ്പോൾ വിഷാംശം ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട. ഈസി റെസിപ്പി ആയിട്ടോ ഇതൊക്കെ. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.